നെഫ്രിറ്റിയെ കുറിച്ച് കൂടുതൽ വിശദമായിട്ടും വളരെ ആധികാരികമായി സംസാരിക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും KSINC മാനേജിംഗ് ഡയറക്ടർ ഗിരിജ IAS തന്നെയായിരിക്കും. അപ്പോൾ മാഡം വെൽക്കം. നമ്മളിപ്പോ ഇന്ന് കാണാൻ സാധിച്ചത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഇവരൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതായിരുന്നു എന്റെ വലിയ സംശയങ്ങളിലൊന്നും. അതൊന്ന് KSRTC ആയിട്ടുള്ള ഒരു യോജിച്ച് ഇങ്ങനെ നടത്താൻ തുടങ്ങി കഴിഞ്ഞപ്പം KSRTC തന്നെ ഇതിനെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അവർ ബസ്സിൽ ആൾക്കാരെ കൊണ്ടുവരുന്നു. ഇതിൽ 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ക്രൂയിസ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ബസ്സിൽ കൊണ്ടുപോയി അവരവരുടെ സ്ഥലങ്ങളിൽ എത്തിച്ചേർക്കുന്നു. അപ്പം വരുന്നവരെ സംബന്ധിച്ചിട്ടായാലും അവർക്ക് വളരെ സേഫാണ്. KSRTC ബസ്സിൽ വരാം, തിരിച്ചും അവരുടെ വീട്ടിൽ എവിടെയാണോ സ്ഥലം അവിടെ കൊണ്ടാക്കും. നെഫ്രിറ്റിയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്താന്ന് ചോദിച്ചാൽ മാഡം എന്ത് പറയും? ഒന്ന്, കടലിൽ 12 നോട്ടിക്കൽ മൈൽ വരെ പോകാം എന്നുള്ളതാണ്. അത് വേറെ ഒരു വെസലിനും ഇവിടെ ഇല്ല. ഞങ്ങളുടെ ഇതിന് മാത്രമേ ഉള്ളത്. ഇത് ഷിപ്പ് ആയതുകൊണ്ട് മാത്രമാണ് 12 നോട്ടിക്കൽ മൈൽ പോകാം. പിന്നെ വളരെ സേഫ് ആയിട്ട് പോകാം എന്നുള്ളത് തന്നെ, നമുക്ക് ഇത്രയും വലിയൊരു വെസലാണ്, വളരെ സേഫ് ആയിട്ട് പോകാം എന്നുള്ളതും ഒരു ഹൈലൈറ്റ് തന്നെയാണ്.